വെൽക്കം ബാക്ക് ടു സ്നാക്സ് ഗെയിമർ ആൻഡ് വ്ളോഗർ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് എന്തായാലും പറഞ്ഞുതരാം, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഗൈസ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പണ്ടത്തെ ഫേവററ്റ് ഗെയിമായിരുന്നു. കാരണം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സുഖമാണ് ഇത് കളിക്കാൻ. എൻ്റെ പണ്ടത്തെ ഫേവററ്റ് ഗെയിമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു ലോങ് ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പോയാലോ? ഏത് സ്ഥലം? സ്കിപ്പ്. എത്ര ആൾക്കാരുണ്ട്? എൻ്റെ പൊന്നെ അമ്മച്ചി 27. ജാക്കാർത്തയിലായിട്ടാണ് നമുക്ക് പോകേണ്ടത് ഗൈസ്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, അങ്ങനെയല്ല, വീഡിയോ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കണും ഞെക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് പോയാലോ? വളരെ മാന്യമായിട്ടുള്ള എൻ്റെ അമ്മച്ചി ഡ്രൈവിംഗ് ആയിരിക്കും ഞാൻ കാഴ്ചവെക്കുന്നത്. ഇവിടെ ഇല്ല അവനൊക്കെ. ഓക്കെ, വളരെ മാന്യമായിട്ടുള്ളൊരിത് ഡ്രൈവിംഗ് ആയിരിക്കും ഞാൻ കാഴ്ചവെക്കുന്നത് ഗൈസ്. നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കണ്ട, അതെൻ്റെ വാവ കൊച്ചിട്ട് വിട്ടിരിക്കുന്നതാണ്. ഇവിടെ ഇടിക്കരുത്, എൻ്റെ അമ്മച്ചി ഇടിച്ചില്ല. ഇടിച്ചേ, അത് ഇടിച്ച്. ഓക്കെ ഗൈസ്, ആക്സിലേറ്റർ. ഓക്കെ, ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചേട്ടാ. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ്? അത് കൊച്ചു പിള്ളേർ എൻ്റെ അമ്മച്ചിയോ പോയി ഇടിച്ചു. ഹൈവേ 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 ഹൈവേ. ഒരു മിനിറ്റ് ഗൈസ്, എനിക്കൊരു സാധനം ഒന്ന് അലൈൻ ചെയ്ത് വെക്കാണ്ട്. അവിടെ ഇരി. എങ്ങനെ ഉണ്ട് ഗൈസ്? ഇത് ഹൈവേ ആണോ അതാ വേറെന്താ പറയുമല്ലേ? അയ്യോ, എന്തോടെ എൻ്റെ ഡ്രൈവ് മാത്രം എന്താ ഇങ്ങനെ? ഓക്കെ ഗൈസ്, ഞാൻ വലുതായിട്ട് ചിലപ്പോൾ എൻ്റെ ഇടയ്ക്ക് സംസാരിക്കില്ല. കാരണം എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നത് വലുതായിട്ട് ഇഷ്ടമല്ല. എന്നാലും പകുതിയോളം ഞാൻ ശ്രമിക്കാം. കഴിഞ്ഞാടേ മാപ്പ്. ഇവിടെ എന്തൊരു സ്പീഡ് കഴിഞ്ഞേ, വണ്ടി ഇപ്പം തന്നെ മറിയുമല്ലോ. ഓക്കെ ഗൈസ്, ഈ ഒരു ഗെയിമിലും ബാക്കിയുള്ള ഗെയിംസിലൊക്കെ നിങ്ങൾക്ക് ചലഞ്ചസ് എനിക്ക് ചലഞ്ച് എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് കമൻറ്റില്ലല്ലേ, മെസ്സേജ് ഇടും, ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. കാരണം യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല ഗൈസ്. പറ്റും, എൻ്റെ ചാനലിൽ എന്തോ പറ്റുന്നില്ല തോന്നലേ. മാരൊക്കെ സ്പീഡാണല്ലോ. സൂപ്പർ. എങ്ങനെ ഇരിക്കുന്നു? ബാക്കിലുള്ള മരൊക്കെ ഇടിച്ച് മറിച്ചിട്ടുണ്ട് ഗൈസ്. ഒന്ന് ഫ്യൂൽ അടിക്കേണ്ടി വരും. ഇല്ലല്ലേ, ആവശ്യമില്ല. എൻ്റെ കയ്യിലിപ്പോൾ 123 രൂപയായി ഗൈസ്. പോയിൻ്റ് 426 പോയിൻ്റാണേ. ഇവിടെ എന്തോ കാർ വാഷ് ഉണ്ടല്ലോ. വേണ്ട, ഇവിടെ ഫ്യൂൽ അടിക്കാനുള്ള സ്ഥലമുണ്ടോ? ഇച്ചിരി ലോങ് ട്രിപ്പാണ് ഗൈസ്. ഒന്ന് ഞാൻ ഫ്യൂൽ അടിച്ചിട്ട് വരാം. ഫുൾ ഞാൻ 100 something എന്തൊരു ഫ്യൂൽ അടിച്ചിട്ടുണ്ട്. കണ്ട് ചവിട്ടറ വണ്ടി. എത്ര രൂപയ്ക്ക് അടിക്കാം ഗൈസ്? ഫുൾ ടാങ്ക് അടിക്കാമല്ലേ? എൻ്റെ മുടിഞ്ഞ വില. ഫുൾ ടാങ്ക് അടിക്കാൻ എന്നെ കിട്ടില്ല ഗൈസ്. ഞാൻ ഫ്രീ ആയിട്ട് അടിക്കാൻ വിചാരിച്ചു. സോ ഗൈസ്, എന്തരത്? ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ പോയാണ് ഗൈസ്. ഫുൾ ടാങ്ക്, അതും ഫ്രീ ആയിട്ട്, പൈസ ഒന്നും കൊടുക്കാതെ. ഇവിടെ ഇത് കുറേ നേരം എടുക്കും ഗൈസ്. ഞാൻ കുറേ കഴിഞ്ഞ് കാണിക്കാം ഗൈസ്. വണ്ടിക്ക് ഫുൾ ടാങ്ക് ഗൈസ്. നിങ്ങൾ എത്ര ലിറ്റർ എന്ന് നോക്ക്. 200 ലിറ്റർ. എൻ്റെ മോനെ, ഒരു 10-15 ട്രിപ്പ് എടുക്കാനുള്ള ഇതുണ്ട് ഗൈസ്. മഴ പെയ്താടേ. അതെവിടെ നിടിച്ചതാണ്? അത് കണ്ടില്ലയോ?
ഇവിടെ നിന്ന് ഇങ്ങോട്ടിട് ആക്സിലേറ്റർ കൊടു. എവിടെ നോക്കിയടേ കയറി വരണത്? ഓക്കെ ഗൈസ്, അവിടെ ഒരു കിഡ്ലൻ ടയർ ഉണ്ടായിരുന്നു, ഞാൻ അത് തിരിച്ചു. വണ്ടിയുടെ ഹെൽത്ത് 92, സൂപ്പർ. ഗൈസ്, ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ ഗൈസ്. ഞാൻ ഗിയറിങ് മാനുവലാക്കി കാണിച്ചോട്ടെ. ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയറിലെടുത്തു, സെക്കൻഡ് ഗിയർ മാറി. അയ്യോ, ഒറ്റയടി കൂടെ ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ അടി കയറ്റോ ഗൈസ്. അതൊന്നും ആയിക്കൊണ്ടിരുന്നോ, ഇത് വണ്ടി അടി നടക്കില്ല കേട്ടോ. സിക്സ്ത് ഗിയർ അടിച്ചു ഗൈസ്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണു ഗൈസ്. ഫസ്റ്റ് ഗിയറിലോട്ട് എടുത്താൽ കിട്ടും. റിവേഴ്സ് ഗിയർ, ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് വണ്ടി എന്താ റേസ് ആയിരിക്കുന്നു. ഒരു സുഖം ഗൈസ്, ഇതൊക്കെയാണല്ലേ സുഖം. ഞാൻ ഒറ്റ അടിക്ക് സിക്സ്ത് ഗിയർ ഇടാൻ പോണു ഗൈസ്. ഇവിടെ സിക്സ്ത് ഗിയർ ഇട്ടിട്ട് വണ്ടി എടുക്കണില്ല. തേർഡ് മാറ്. ചിലവന്മാർ സെക്കൻഡിലൊക്കെ ഇട്ടിട്ട് എടുക്കണം കാണാൻ പറ്റും. സെക്കൻഡിലിട്ട് ഗൈസ് ഞാൻ എടുത്ത്. ഓക്കെ, പോ. ഇവിടെ ഇത് ഗിയർ ഇല്ല കേട്ടോ എൻ്റെ പൊന്നി. ഓക്കെ, നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം. ഗിയർ മാറ്റി കഴിഞ്ഞാൽ പക്കയാണ്. അവിടെയുള്ള എല്ലാവർക്കും ഒരു എത്ര സീനടിച്ച് ഗിയർ മാറ്റുന്നത്. ഫിഫ്ത്ത് ഗിയർ ഞാൻ ഓവർ റേസ് ആവാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല ഓവർ റേസ് ആവാൻ. എവിടെ നോക്കിയാണ് എൻ്റെ അമ്മ ജസ്റ്റ് മിസ്. അപ്പോ എവിടെ നോക്കിയാണ് നീയൊക്കെ വണ്ടി കൊണ്ടുത്തിരിക്കണത്? ഇവിടെ ഒരു തേർഡ് കയറി പോകാനുള്ള സ്പീഡേ ഉള്ളു വണ്ടിക്ക്. അമ്മേ ഇടിച്ചു. എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ ഗിയർ മാറ്റി ടാസ്ക് ആണല്ലോ. ഇടിച്ച് കൊണ്ടിടിച്ചാടേ നീക്ക്.
ഗിയർമാനെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ. സോ ഗൈസ് നമുക്ക് പോയാലോ. 5th ഗിയറിലാണ് ഗൈസ് കിടക്കുന്നത്. ഫസ്റ്റ് ഗിയറിലോട്ട് എടുത്തിട്ടെ. ഫസ്റ്റ് ഗിയർ എട്. എന്തോ പറ്റി, ശബ്ദത്തിന് എന്ത് പറ്റി? ആ ഒന്നും പറ്റിയില്ല. തള്ളി കൊണ്ടിരുന്നു കേട്ടോ. ആറാക്കി വന്നിടിച്ചത്. ഓ ഏതോ ഞാനല്ല കൈസ് ഇടിച്ചത്, വേറൊരുത്തം കൊണ്ടിടിച്ചതാ. എന്ത് ഏതൊരുത്തം കുറുകി കൊണ്ടുപോയി ചിടിച്ചെന്നാണ് കളിച്ചത്. ഞാൻ സ്പീഡ് കുറഞ്ഞ് പോകണ അവന് തയ്ച്ചില്ലെന്ന് തോന്നുന്നു. 5th ഗിയർ. എനിക്കിതുപോലെ ഗിയറുള്ള വണ്ടികൾ ഇത് ഗെയിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേക സുഖമാണ് കളിക്ക്. ഗൈസ് ഐ ആം ബാക്ക്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ആ ഇടത്തെ സൈഡിലതാ ഏറ്റവും മേളതാ മിറർ കണ്ടോ? അതെന്തൊരു രൂപത്തിലാണ് ഇരിക്കുന്നതെന്നുണ്ടല്ലോ. അല്ല മുടിഞ്ഞ രൂപം. ഈ ഹോൺ എനിക്ക് കലി പറഞ്ഞ കേസാണ്. ഫസ്റ്റ് ഗിയർ ഇട്. സെക്കൻഡ്, തേർഡ്. ഇപ്പോൾ പൈസ കൊടുക്കണ്ടേ? 5 നമ്മുടെ ഇന്ത്യ ഇത് കണ്ട് പഠിക്കണം ഗൈസ്. ഫസ്റ്റ് ഗിയർ അല്ല, സെക്കൻഡ് ഗിയർ മതി. ഇട്. വണ്ടിക്ക് ഡാമേജ് ആണത്, ഞാൻ ചെയ്യാം. തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ. ഞാൻ ഫാസ്റ്റ് ആയെന്ന് തോന്നുന്നു. ഗിയർ മാറ്റി ഏറ്റവും ടോപ്പ് പിടിച്ച ഒരാറ്റി. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കയറുന്നെങ്കിൽ ഇന്നും ബാധ വരുന്നത്. തിരി എൻ്റെ മേ ന്യൂട്രൽ. ഇപ്പോൾ വണ്ടി ന്യൂട്രലാണ് പോണത്. അതാണ് വണ്ടിക്ക് ഓവർ റേസിംഗ് ഇല്ല. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും എത്തി ഗൈസ്. ആക്സിലേറ്റർ കൂട്ടി ഗൈസ്. ഞാനാണ് കൊടുക്കേണ്ടത് ഗൈസ്, നിങ്ങളല്ല ഗൈസ്.
നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കണ്ട. വാവ കാർട്ടൂൺ ട്രീ. ഇവിടെ ഹോൺ അടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലേ. ആക്സിലേറ്റർ 6th ഗിയർ. എൻ്റെ അമ്മച്ചി 6th ഗിയറിൽ മാക്സ് ആർക്കും എത്തിപ്പോകാം. സെക്കൻഡ് ഫോർത്ത് ഗിയർ. ഇവിടെ ഇങ്ങനെ ഞാൻ യൂട്ടർ എടുക്കില്ല പറ്റി. അയ്യോ ഇവിടെ ഇതെന്നെ കൊണ്ട് പിടിച്ചാൽ നിൽക്കൂല. ഇവിടെ MVD ഓക്കെ. അയ്യോ പോണ ബസ്സിലേക്ക് ഇടിച്ച് മറിച്ചലിഞ്ഞേ. ഓക്കെ ഓ മൈ ഗോഡ്. അയ്യോ അപ്പോൾ ഗൈസ് ഇനി ബാക്കിയുള്ള വീഡിയോ ഞാൻ നാളെ ഇടാം. കാരണം അമ്മയുടെ ഫോണിൻ്റെ ചാർജ് നല്ലപോലെ തീർന്നു. അപ്പോൾ ഗൈസ് ബാക്കി വീഡിയോ ഞാൻ നാളെ ഇടാം. അമ്മയുടെ ഫോണിൻ്റെ ചാർജ് നല്ലപോലെ തീർന്നു. ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി പാർട്ട് ഞാൻ നാളെ ഇടുന്നതായിരിക്കും. ഇപ്പം അമ്മയുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. അതുകൊണ്ട് നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നാളൊരു വീഡിയോ എഡിറ്റ് ചെയ്യണം ഗസ്. അപ്പോൾ ഗസ് അപ്പോൾ നമുക്ക് നാളത്തെ ഒരു വീഡിയോ എടുക്കണം. ഗുഡ് ബൈ.